ഹലോ, ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ആയാലോ? നിങ്ങളിത് കണ്ടോ? കുറച്ച് മാസങ്ങളായി എന്നെ അലട്ടുന്നൊരു പ്രശ്നമാണിത്. ഒരു പിമ്പിൾ പോലും ഫേസിൽ ഇല്ലാതിരുന്ന ഞാൻ അതിൻ്റെ അഹങ്കാരം മൂത്ത് പുതിയതായൊരു പാർലറിൽ പോയി. ജീവിതത്തിൽ ആകെ 3 തവണ മാത്രമേ ഞാൻ പാർലറിൽ പോയിട്ടുള്ളൂ. ഒന്നിൻ്റെ മാരേജിന്, പിന്നെ അനിയത്തിയുടെ മാരേജിന്, പിന്നെ ലാസ്റ്റ് ഇതായപ്പോൾ അനിയൻ്റെ എൻഗേജ്മെൻറ്റിന്. അതിലാണ് എനിക്ക് പണി കിട്ടിയത്. അനിയൻ്റെ എൻഗേജ്മെൻറ്റിന് 3 ഡേ മുമ്പ് അല്പം തിളങ്ങാൻ വേണ്ടി പോയതാ. പോയിട്ട് വന്നതിൻ്റെ പിറ്റേന്നത്തെ തിളക്കമാണിത്. ഇത് സെക്കൻഡ് ഡെയിലി തിളക്കം. ഇതാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് ഡെയിലി ഗ്ലോ. താങ്ക്സ് ടു ദാറ്റ് പാർലർ. കൊറിയൻ പ്രോഡക്റ്റാണ്, അവലൂസൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ഹൈഡ്രാ ഫേഷ്യലിന് ക്ഷണിച്ചെങ്കിലും എൻ്റെ സ്കിന്നിന് അതൊന്നും ഇഷ്ടമാവില്ല എന്നറിയാവുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ക്ലീൻ അപ്പിൽ ഒതുക്കി. അതേതായാലും നന്നായെന്ന് ഇപ്പോൾ തോന്നുന്നു. അന്ന് മുതൽ തുടങ്ങിയതാണിത്. വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആണെന്നറിയില്ല. സൈസ് കുറഞ്ഞ കുരുകുരുത്ത കുറേ കുഞ്ഞി കുരുക്കൾ, ഏതോ സിനിമയിൽ ജഗതി പറയുന്ന പോലെ വല്ലാത്ത ചൊറിച്ചിലും. എന്തായാലും ഞാൻ ഇന്നൊരു ഡോക്ടറിനെ കാണാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാവാൻ പോവുകയാണ് കേട്ടോ. ജസ്റ്റ് കണ്ണിന് മുകളിൽ ഒരു ഐലൈനർ വരച്ച് ഒരു പൊട്ടും വെച്ചു. പിന്നെ മുടി ഒന്ന് പിന്നിയിട്ടു. പിന്നെ ലാസ്റ്റ് ലിപ്സ്റ്റിക്ക് മസ്റ്റാണല്ലോ. ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി. ഇപ്പോൾ ഞാനും അമ്മയും കൂടി ഹോസ്പിറ്റലിൽ പോകാനായി ഇറങ്ങി കേട്ടോ. ഇളയ മോളെ വീട്ടിൽ തനിച്ചാക്കി പോകുന്നതിൻ്റെ ഗൗരവമാണ് അമ്മയുടെ മുഖത്ത്. എന്തായാലും വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങിയപ്പോൾ തന്നെ ആകാശത്ത് വളരെ മനോഹരമായൊരു കാഴ്ച കണ്ടു. പറകളാണോ കാക്കകളാണോ എന്താണെന്നറിയില്ല. മഴക്കാറ് കൊണ്ട് എല്ലാം കൂടി എങ്ങോട്ടേക്കോ ഓടിപ്പോകുന്നു. കാണാൻ നല്ല രസമായിരുന്നു. ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ഞാനും അമ്മ യാതൊരു പരിചയവുമില്ലാത്തവരെ പോലെ നിന്നെങ്കിലും ബസ്സിൽ കയറിയപ്പോൾ നമുക്ക് അടുത്തടുത്ത സീറ്റ് തന്നെ കിട്ടി. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ ഇല്ലയോ നമ്മൾ ഊട്ടക്കണിട്ട് നോക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചെന്ന് കണ്ടപ്പോൾ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയൊക്കെ വരുത്തി എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. ബസ് യാത്രയൊക്കെ കഴിഞ്ഞ് ഫൈനലി നമ്മളവിടെ എത്തി കേട്ടോ. ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. ചൊവ്വ ശനി ദിവസങ്ങളിൽ മാത്രമേ അവിടെ ഡോക്ടർ ഉണ്ടാവുകയുള്ളൂ. കിളിമാനൂർ പുതിയകാവിലുള്ള ഒരു ഡോക്ടറിന്റെ ക്ലിനിക്കിലാണ് നമ്മൾ പോകുന്നത്. ഞാനും അമ്മയെ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തതിനു ശേഷം കിട്ടിയൊരു കസേരയിൽ ചാടിക്കേറിയിരുന്നു. ഫൈനലി എൻ്റെ ടോക്കൺ വിളിച്ചു കേട്ടോ. ഞാനൊന്ന് ഡോക്ടറിനെ കണ്ടിട്ട് വരാം. ഞാൻ ഡോക്ടറിനെ കണ്ടു. ഒരു കൂട് മരുന്നും ഗുളികയൊക്കെ തന്നു. ഓയിൽമെന്റും ഫേസ് വാഷും അങ്ങനെ കുറച്ച് മരുന്നുകളൊക്കെ തന്നു. മരുന്നുകളെല്ലാം വാരിക്കൂട്ടി ബാഗിനകത്താക്കി ഞാനും അമ്മയും തിരികെ വീട്ടിലേക്ക് ഇറങ്ങി. അപ്പോഴും അമ്മ വീഡിയോ നോക്കുന്നത് രസത്തിലായിരുന്നില്ല. എങ്കിലും അമ്മയെ കൊണ്ട് ഞാനൊരു ഹായ് പറയിക്കാൻ ശ്രമിച്ചു. ആദ്യമൊന്നും അമ്മ ഹായ് പറഞ്ഞില്ലെങ്കിലും പിന്നീട് ഫോണിൽ നോക്കി ചിരിച്ചുകൊണ്ട് അമ്മ ഒരു ഹായ് പറഞ്ഞു. വിജനമായ റോഡിലേക്ക് നോക്കി ബസ് സ്റ്റോപ്പിലിരുന്ന് ഞാനും അമ്മയും ബസ് വരാനായി കാത്തിരുന്നു. കുറേ നേരം ഇരുന്നിരുന്ന് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനും അമ്മയും കുറേ ചിരിച്ചു. അങ്ങനെ അമ്മയുടെ മുഖം ഒന്ന് തെളിഞ്ഞു കിട്ടി. ലാസ്റ്റ് ബസ് വന്നു കേട്ടോ. ബസ്സിന് നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അമ്മ പാട്ട് കേട്ട് ആസ്വദിച്ചിരിക്കുന്നതാണോ വിഷമിച്ചിരിക്കുന്നതാണോ എന്ന് അറിയാൻ വയ്യ. അങ്ങോട്ട് പോയത് പോങ്ങനാട് വഴിയാണെങ്കിൽ തിരിച്ചു വന്നത് വെള്ളല്ലൂർ വഴിയാണ് കേട്ടോ. നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടു വരികയായിരുന്നു. ബസ്സിലെ നല്ല അടിപൊളി റൊമാൻറ്റിക് പാട്ടായിരുന്നു. പാട്ട് കേട്ട ഉടനെ പിന്നെ ആ പാട്ടിലെ നായിക ഞാനും പാട്ടിലെ നായകൻ എൻ്റെ കെട്ടിയനുമായി സങ്കല്പിച്ച് ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അമ്മ എന്തു ചെയ്യുന്നു എന്നറിയാനായി അമ്മയെ നോക്കിയപ്പോൾ ദാണ്ടട സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. അമ്മയ്ക്ക് ചിലപ്പോൾ നായകനായി അച്ഛനെ സങ്കല്പിക്കാൻ പറ്റിയില്ലായിരിക്കും. അതൊന്നുമല്ല കേട്ടോ, അനിയത്തിക്ക് ഒരു മോളുണ്ടായി. കുഞ്ഞുമോള് രാത്രിയൊന്നും ഉറക്കമില്ലാതെ നേരവും കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പാവം ഉറക്കം ഒഴിച്ചിരുന്ന് കൊച്ചിനെ നോക്കി ഉറക്കക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.